ഇത് പാലക്കാട് വാണിയംകുളത്ത് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച സംഭവം ഉണ്ടായല്ലോ. അതിൽ ന്യായീകരണവുമായി ഇപ്പോൾ പ്രതികളായ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ രംഗത്ത് വരികയാണ്. വിനേഷ് ഫേസ്ബുക്കിലൂടെ നിരന്തരം പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നാണ് പ്രതികൾ മൊഴി നൽകിയത്. ഭീഷണിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമണം നടത്തിയത്. കയ്യിൽ ആയുധങ്ങൾ കരുതിയില്ല എന്നും മൊഴിയിൽ പറയുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്ന വിനീഷിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. എക്സ്റ്റേണൽ ആയിട്ട് വലിയ മുറിവുകളൊന്നും ഇല്ല, എല്ലാം ഇന്റേണൽ ഇഞ്ചുറീസ് ആണ്. 48 hours പിടിക്കും, കാരണം ഇപ്പോഴും ആൾ വെന്റിലേറ്ററിലാണ്. നമ്മൾ ഒരു 24 hours കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മിനിമം ഒരു 48 hours ഒക്കെ വേണ്ടി വരും. ആൾക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ്, ബട്ട് സ്റ്റിൽ ഹീസ് ക്രിട്ടിക്കൽ. ഗോകുൽ VS ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകുന്നത്. ഗോകുലെ, ഇതിപ്പോൾ ഒന്ന് വിനീഷിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നറിയണം. എന്താണ് ഡോക്ടർ ഈ വിഷയത്തിൽ പറയുന്നത്? മറ്റൊന്ന്, ഈ മൊഴി, പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് ഇത്രയും വലിയ അക്രമത്തിലേക്ക് പോയതൊക്കെ ന്യായീകരിച്ചുകൊണ്ടാണോ ഈ മൊഴി നൽകിയിരിക്കുന്നത്? അതായത് പ്രതികൾ നൽകിയ മൊഴി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ അല്ല തങ്ങൾ ഈ ആക്രമണം നടത്തിയതെന്നാണ്. മറിച്ച് തങ്ങൾ അവരെ മർദ്ദിച്ചു, ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് മർദ്ദിച്ചത്. കാരണം നിരന്തരം ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റിനെതിരെയും അതോടൊപ്പം തന്നെ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിക്കെതിരെയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തെ തുടർന്ന് ആയപ്പോൾ, ഇന്നലത്തെ സംഭവം കൂടി ആയപ്പോൾ, ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണിത് ചെയ്തത് എന്നുള്ളതാണ് പ്രതികൾ നൽകിയിട്ടുള്ള മൊഴി. ഏതായാലും പോലീസ് കേസെടുത്തുള്ളത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി മർദ്ദിച്ചു എന്നുള്ളതാണ്. പ്രതികൾ പറയുന്നത് ആയുധം കയ്യിൽ കരുതിയിരുന്നില്ല, ഒന്നും കരുതിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായും ഈ വിഷയത്തിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്, അത്തരത്തിൽ ഏതെങ്കിലും ആയുധം വെച്ച് വെട്ടിയതിൻ്റെ പാടുകളൊന്നുമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുറിവുകളൊന്നുമില്ല, ഇന്റേണൽ ഇഞ്ചുറി ആണെന്നാണ്. പോലീസ് അതേസമയം തന്നെ ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് അടിക്കുകയോ ഏതെങ്കിലും ഇരുമ്പ് പൊടിയോ അത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇടിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ 3 പ്രതികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. കൂടുതൽ പ്രതികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഷൊർണൂർ പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രാകേഷിനായുള്ള പോലീസിന്റെ തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. രാകേഷ് ഇപ്പോഴും ഒളിവിലാണ്.